വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ലേറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം എന്ന വാഗ്ദാനത്തോടു കൂടി ആരംഭിക്കുകയാണ്. അതായത് ഈ സാങ്കേതിക വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയാണ്. സാങ്കേതിക വിദ്യ എങ്ങനെയാണ് ഇതിനെ നിർവചിക്കുക? ടെക്നോളജി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളതിനെ നിർവചിക്കുക? അല്ലെങ്കിൽ നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വേറെ രീതിയിൽ വരാമെന്ന് തോന്നുന്നു. മനുഷ്യനും ഇതര ജന്തുജാലങ്ങളും തമ്മിലുള്ള ഏറ്റവും പ്രബലമായിട്ടുള്ളൊരു വ്യത്യാസം എന്താണ്? ബുദ്ധി. അത് ഒരുപക്ഷെ അവർക്കുണ്ടാവില്ല, അവരുടേതായ ബുദ്ധിയൊക്കെ അവർക്കുണ്ടാവില്ല. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള, ഇപ്പോൾ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചൊക്കെ ഉള്ള ചർച്ചകളൊക്കെ കാണുന്നുണ്ടൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? മനുഷ്യൻ വെദർ ആനിമൽസ് ആൾസോ തിങ്കിങ്, മൃഗങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ള ചർച്ചകളൊക്കെ ഉണ്ടല്ലോ. എന്താണ് വളരെ പ്രകടമായിട്ടുള്ള ഒരു ഉത്തരം? അതായത് വളരെ സിമ്പിളാണ്. ഒരു കാക്കയും ഇതുവരെ ഒരു ഫ്ലാറ്റ് പണിതിട്ടില്ല. ഒരു കാക്കയും ഇതുവരെ ഒരു ഫ്ലാറ്റ് പണിതിട്ടില്ല. ഉണ്ടോ? നിങ്ങളേതെങ്കിലും നാട്ടിൽ ഫ്ലാറ്റ് പണിത കാക്ക ഉണ്ടോ? ഇല്ല. ഇനി വേറൊരു ഉദാഹരണം എടുത്ത് പരിശോധിച്ച് നോക്കുക. നമ്മളെ ഈ നാട്ടിലേക്ക് വരുന്ന ദേശാടന പക്ഷികളുണ്ട്. കിലോമീറ്ററുകൾ താണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് മുട്ടക്കെട്ടിട്ട് തിരിച്ചു പോണ ദേശാടന പക്ഷികൾ. എന്തുകൊണ്ടാണ് അവർ ചിലപ്പോൾ ഹിമപ്രദേശങ്ങളിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ? കടലുണ്ടി, തൃശ്ശൂർ, ഈ പല ഭാഗങ്ങളിലും കൊക്കുകളൊക്കെ വരും പാടത്തൊക്കെ. അത് എത്രയോ ആഫ്രിക്കയിൽ നിന്നൊക്കെയാണ് വരുന്നത് ഈ സ്ഥലങ്ങളിലൊക്കെ. എന്തുകൊണ്ടാണ് അത് വരുന്നത്? അവർക്ക് അവരുടെ എൻവയറമെന്റിൽ, ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനെന്ന് പറയാം, അവരുടെ എൻവയറമെന്റിൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അവരുടെ എൻവയറമെന്റിൽ ചില സീസണുകളിൽ താമസിക്കാൻ പറ്റൂല, നിൽക്കാൻ പറ്റൂല. അല്ലെങ്കിൽ അവരുടെ എൻവയറമെന്റുകളിൽ ചില പ്രത്യേക സീസണുകളിൽ അവരുടെ പ്രജനനം ഇതൊന്നും സാധ്യമാവില്ല. അതുകൊണ്ട് തന്നെ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥ തേടിയാണ് ഈ ദേശാടന പക്ഷികൾ ഇത്രയും പറന്ന് കടലുണ്ടിയിലോ ഇവിടെയൊക്കെ വരുന്നത്. മനുഷ്യരാണെങ്കിൽ എന്ത് ചെയ്യും? ചുറ്റുപാടുമുള്ള എൻവയറമെന്റിനെ നോക്കി അതിനെ പ്രത്യേക രീതിയിൽ പരിവർത്തിപ്പിക്കാനുള്ളൊരു ശേഷിയുണ്ട്. ഇതിനാണല്ലോ നമ്മൾ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് അല്ലെ? ഇങ്ങനെ പരിവർത്തിപ്പിക്കാനുള്ളൊരു ശേഷിയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു കാക്ക, നിങ്ങളൊരു പക്ഷേ എനിക്കറിയില്ല, ഹിസ്റ്ററി ഓഫ് ടെക്നോളജിയിലൊക്കെ ബീവറിന്റെ ഡാം നിർമ്മാണത്തെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ ബീവറിന്റെ ഡാം നിർമ്മാണം ഇന്നും അതേമാതിരി തന്നെ ഡാം നിർമ്മിക്കുന്നത്, വലിയ വ്യത്യാസമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലേ? പക്ഷെ മനുഷ്യൻ സാങ്കേതികമായിട്ട് അവൻ നേടിയിട്ടുള്ള അറിവുകളിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ എത്രയാണ്? അതിൽ ക്രിയേറ്റീവായിട്ടുള്ള ഇൻപുട്ട്, ഇൻ ടേംസ് ഓഫ് ഐഡിയ എന്നുള്ള ഇൻപുട്ട്, അത് മനുഷ്യ ജീവിതത്തിനെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. പലപ്പോഴും പല സാങ്കേതിക വിദ്യകളും ഒരു നൂറ്റാണ്ടിന്റെ വേഗം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൊബൈൽ എന്നുള്ളൊരു സാങ്കേതിക വിദ്യ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാറ്റം എത്രയാണ്? അല്ലെങ്കിൽ ആദ്യം നമ്മൾ പറയില്ലേ, ആദ്യ കാലഘട്ടത്തിൽ ഇപ്പോൾ മനുഷ്യന് തീരെ നിയന്ത്രിക്കാൻ, പ്രകൃതിയിലുള്ള തീ, വെള്ളം, ഇതുപോലുള്ള സംഗതികളെ നിയന്ത്രിക്കാൻ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യകൾ, അത് പ്രത്യേകിച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നൈസർഗികമായിട്ട് ഒഴുകിപ്പോകുന്നൊരു സമയം, അതിനെ തടുത്ത് വെച്ച് അത് കൃഷിക്കും മനുഷ്യന്റെ ഊർജത്തിനും ഉപയോഗിക്കാം എന്നുള്ള ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് മനുഷ്യ നാഗരികതയെ തന്നെ മാറ്റിമറിച്ച ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ് അല്ലെ? ഹൈഡ്രോളിക് മൊഡേണിറ്റി എന്ന് തന്നെ ചില ആളുകൾ, നമ്മൾ ആധുനികതയെ കുറിച്ച് പറയുന്നത് തന്നെ ഹൈഡ്രോളിക് മൊഡേണിറ്റി എന്നാണ്. കാരണം ഡാമുകൾ പോസിബിൾ ആയതോടുകൂടി ഉണ്ടായിട്ടുള്ളതാണ് കൃഷി, നാഗരികത, ഈ വൈദ്യുതി, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, ഊർജം, ഉൾനാട്ടിലുള്ള ജനജീവിതം, എത്രയോ ആളുകൾ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പം ആലോചിച്ച് നോക്കുക, ഇതാണ് സാങ്കേതിക വിദ്യന്റെ ഒരു മനുഷ്യ ജീവിതത്തിലെ പ്രോസ്പെരിറ്റി, ഇന്ന് കാണുന്ന പ്രോസ്പെരിറ്റി, നാഗരികതയുടെ നിലനിൽപ്പ് സാധ്യമാക്കുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങൾ മുതൽ, അത് ചെറുത് വലുതെന്ന് നമുക്ക് വ്യവച്ഛേദിക്കാൻ തന്നെ പറ്റില്ല. ചിലപ്പോൾ ചെറിയൊരു കണ്ടുപിടുത്തമായിരിക്കും ലോകത്തിനെ മൊത്തത്തിൽ ഒരു മാറ്റിമറിച്ചിട്ടുള്ള ഒരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ. അതായത് ഒരു പെൻസിലിന്റെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ള വ്യത്യാസം എത്രയാണ്? ഇന്ന് നമുക്കത് ഒരുപക്ഷെ ആലോചിക്കാൻ, റൈറ്റിങ്ങിന് നിങ്ങൾക്ക് എഴുതാൻ ഉള്ള ഒരു ശേഷി, ആ ഒരു ടെക്നിക്ക് മനുഷ്യൻ ആവിഷ്കരിച്ചത്
എന്ത് വലിയ വ്യത്യാസങ്ങളുണ്ടായി. ഇതിപ്പോൾ നിങ്ങൾ പഴയ പ്രാചീന ഗുഹാശില ലിഖിതങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് ഒരു പുസ്തകത്തിൽ, ഇതേമാതിരി ഒരു പുസ്തകത്തിൽ എഴുതി വെക്കാം എന്നുള്ളത്. അപ്പോൾ ആലോചിച്ച് വെക്കാം സാങ്കേതിക വിദ്യ. അപ്പം ഇതിലേ പറഞ്ഞ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള മനുഷ്യൻ, അതുകൊണ്ടാണ് ഇതിലേറെ ശക്തിയുള്ള മൃഗങ്ങൾ ലോകത്തുണ്ട്. ഇതിലേറെ ശക്തിയുള്ള പിന്നെ ഓടാൻ പറ്റുന്ന ശേഷിയുള്ള ഒരു സിംഹത്തിന്റെ മുമ്പിൽ നമ്മൾ പിടിച്ചിക്കുവോ? ഒരു കരടിന്റെ മുമ്പിൽ നമ്മൾ പിടിച്ചിക്കുവോ? പക്ഷേ അവയെല്ലാം ഒരു ആനന്റെ മുമ്പിൽ, തൃശ്ശൂരാണല്ലോ അല്ലേ ഏറ്റവും കൂടുതൽ ആന കാണുന്ന സ്ഥലമാണ്. ആന എന്ന് പറഞ്ഞാൽ ആ ആജാനബാഹുവായ മൃഗത്തിന് ഇത്രയും പോകുന്ന ഒരു കോല് പോലുള്ള ഒരു മനുഷ്യൻ നിയന്ത്രിച്ച് നിർത്തുന്നത് ഈ ഒരു വ്യത്യാസം കൊണ്ടാണ്. അഥവാ അറിവിനെ, ഭാവനയെ അതിനെ വേറൊരു രീതിയിൽ പരിവർത്തിപ്പിക്കാനുള്ള സാങ്കേതികമായ ശേഷി മറ്റൊരു ജന്തുജാലങ്ങൾക്കും ഇല്ല എന്ന് തന്നെ പറയാം. അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാങ്കേതിക വിദ്യ, ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യന്റെ പ്രോസ്പെരിറ്റിയിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ നിലനിൽപ്പിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നാഗരികതകളുടെ ഉത്ഥാന പതനങ്ങളിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പുരോഗതിയിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആലോചിച്ച് നോക്കൂ, വലിയ രീതിയിലുള്ള സാമൂഹിക പരിവർത്തനങ്ങൾ സാങ്കേതിക വിദ്യ കൊണ്ട് മാത്രം ഉണ്ടായിട്ടുണ്ട്. സാധാരണ പറയാറുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോഷ്യൽ റിഫോമർ ആരാണ് നമുക്കറിയാം. ചില ആളുകൾ പറയും, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പറയാം, റെയിൽവേ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമൂഹികമായിട്ടുള്ള റിഫോമർ എന്നല്ല. അതായത് ഒരുമിച്ചിരിക്കാൻ പറ്റാത്ത മനുഷ്യന്മാരൊക്കെ പാട് ആദ്യമായിട്ട് ഒരുമിച്ചിരുന്നത് റെയിൽവേ വന്നതോടുകൂടിയാണ്. റെയിൽവേ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ആലോചിച്ച് തൃശ്ശൂർ റെയിൽവേന്റെ ചരിത്രം, ഇവിടെ ചില പ്രത്യേക പ്രദേശങ്ങളിൽ റെയിൽ പാളം വളഞ്ഞതിൻ്റെ ചരിത്രപരമായ കാരണങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. ഈ നഗരത്തിലൂടെ മാടനും പുലയനും സഞ്ചരിക്കരുത് എന്നുള്ള അന്നത്തെ തിട്ടൂരത്തിനനുസരിച്ച് ബ്രിട്ടീഷുകാരൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വളഞ്ഞു പോയത്. കാരണം ഇതിനൊരു ക്ഷേത്ര നഗരം എന്നുള്ള ഒരു സവിശേഷത ഉള്ളതുകൊണ്ട്. പക്ഷേ ആ റെയിൽവേയിലാണ് ഇന്ത്യയിൽ ആദ്യമായി താഴ്ന്ന ജാതിക്കാരനും മേലാളനും ഒരുമിച്ചിരുന്നത്. പബ്ലിക് സ്പേസ് എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടായത് ഇതുകൊണ്ടാണ്. ബൾബ്, ലൈറ്റ് എന്ന് പറയുന്ന സാധനം ഉള്ളത് കൊണ്ടാണല്ലോ മറുതകളും പ്രേതങ്ങളും നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോയത് അല്ലെ? ലൈറ്റ് വന്നതോടുകൂടി ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു സാമൂഹിക പരിവർത്തനമാണ്. പിന്നെ മറുതനെ പേടില്ല, പ്രേതത്തിനെ പേടില്ല. കാരണം എന്താ വെച്ചാൽ അത് നീലുകളെ കണ്ടാൽ പ്രേതമെന്ന് പേടിക്കുന്ന ഒരവസ്ഥ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് മാത്രമല്ല, ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി ചുരുക്കി പറഞ്ഞാണ്. ഇത് വാഷിംഗ് മെഷീൻ എന്നുള്ള യന്ത്രമാണ് ഏറ്റവും വലിയ വിമൺ എംപവർമെന്റ് ഉണ്ടാക്കിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വെച്ചാൽ വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി സാധ്യമാക്കിയത്. ഇപ്പോൾ ആണുങ്ങളൊക്കെ ഇപ്പം എല്ലാവരും പറയല്ലോ, ഞാൻ എൻ്റെ വീട്ടിൽ വസ്ത്രങ്ങൾ അലക്കാറുണ്ട്. എന്തലക്കണത് വാഷിംഗ് മെഷീനിൽ ഇടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. തോരടൽ വരെ ഈ ചങ്ങായി ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ എന്നാലും വളരെ പുരോഗമനപരമായിട്ട് പറയും ഞാൻ അലക്കാറുണ്ട്. കാരണം എന്താ, ഞാനാണ് എൻ്റെ ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ ഇടുക എന്ന് പറയുന്ന. അപ്പം അത്രയും ഒരു ജെൻഡർ ഇക്വലൈസർ ആയിട്ട് വന്നത് ഇതിൻ്റെ കണ്ടുപിടുത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വാഷിംഗ് മെഷീൻ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ രൂക്ഷമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. നിങ്ങൾ പാർലമെന്റ് ഡിബേറ്റ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. വാഷിംഗ് മെഷീൻ ഇന്ത്യയിൽ പാടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വാഷിംഗ് മെഷീൻ എന്നുള്ള സാധനം ഇന്ത്യയിലെ ഭാരത സ്ത്രീ തൻ ഭാവശുദ്ധിയെ അപകടത്തിൽപ്പെടുത്തുന്നതാണ്, അതുകൊണ്ട് അത് പാടില്ല എന്ന് വളരെ 80കളിലാണല്ലോ വാഷിംഗ് മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്ന് നടന്ന ചർച്ചകളിൽ ഇന്ത്യൻ പാർലമെന്റിൽ അതിനെതിരായിട്ട് ഇതുപോലുള്ള വാദഗതികൾ വന്നിരുന്നത് ഇന്ത്യയിലെ സ്ത്രീകളുടെ സ്വഭാവത്തിന് മൊത്തം അത് മാറ്റും, അതുകൊണ്ട് വാഷിംഗ് മെഷീൻ പാടില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സാങ്കേതിക വിദ്യ മനുഷ്യ കുലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മൊബൈൽ ടെക്നോളജി, ക്യാമറ, ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ല. അതൊരു വലിയ രീതിയിലുള്ള പരിവർത്തനം, സാമൂഹിക പരിവർത്തനം, സാമ്പത്തിക മേഖലയിലുള്ള പരിവർത്തനം, ഇതൊക്കെ സാധ്യമാക്കിയിട്ടുള്ള ഒന്നാണ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ടെക്നോളജി എന്താണ് സാങ്കേതിക വിദ്യ എന്ന് ചോദിച്ചാൽ സാധാരണ എല്ലാവരും പറയും ടെക്നോളജി ഒരു വഴിയാണ്, നമുക്കൊരു ലക്ഷ്യം നേടാനുള്ളൊരു വഴിയാണ് എന്നുള്ളൊരു ഡെഫിനിഷൻ നിങ്ങൾ ചിലപ്പം പഠിച്ചിട്ടുണ്ടെങ്കിൽ. നിങ്ങളൊക്കെ ഈ ഡെഫിനിഷൻ പഠിക്കണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇത് സാധാരണ ഇതിൽ SCT ഒക്കെ സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റഡീസ് പഠിക്കുന്നവർക്ക് ചിലപ്പോൾ കുറച്ചുകൂടി അങ്ങനെയൊക്കെ ഉള്ളതുണ്ടാവും. നിങ്ങളിത് ഭയങ്കര പ്രായോഗികമായിട്ട് ഇത് പഠിക്കുമ്പോൾ മേ ബി ഇറ്റ് ഈസ് നോട്ട് എന്താ പറയുക ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ബട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെ, അല്ലെങ്കിൽ ഹ്യൂമൻ പ്രാക്ടീസ് എന്നുള്ളവർക്ക് സാങ്കേതിക വിദ്യനെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ മാർട്ടിൻ ഹൈഡഗർ എന്ന് പറയുന്ന
ഒരു വലിയൊരു ഫിലോസഫർ ഉണ്ടായിരുന്നു ജർമ്മനിയിൽ. പുള്ളിൻ്റെ പേപ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഹെയ്ഡഗറുടെ ടെക്നോളജി ഈസ് എ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറുണ്ട്. രസകരമായിട്ടുള്ള പേപ്പറാണ് ടെക്നോളജിനെ കുറിച്ചുള്ള. അപ്പോൾ ടെക്നോളജിനെ കുറിച്ച് മൂപ്പരയിൽ പറഞ്ഞൊരു ഡെഫിനിഷൻ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഡെഫിനിഷൻ ആയിട്ട് തോന്നി. ടെക്നോളജിയെക്കുറിച്ച് ഹെയ്ഡഗർ പറയുന്നത് അതൊരു മീൻസ് ടു എൻഡ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയില്ലേ, നമ്മളൊരു ഇൻസ്ട്രുമെൻ്റൽ ലോജിക്കല്ല ടെക്നോളജിക്കല്ല. എനിക്ക് സംസാരിക്കാനല്ല ഈ ഉപകരണം, അങ്ങനെയല്ല മൂപ്പര് കണ്ടത്. മറിച്ച് മൂപ്പര് കണ്ടതെന്ന് വെച്ചാൽ ഇത് യഥാർത്ഥത്തിൽ റിവീലിംഗ് ദ വേൾഡ്, മനുഷ്യന് ലോകത്തിനെ, യാഥാർത്ഥ്യത്തെ, സംഭവ വികാസങ്ങളെ അവൻ്റെ മുന്നിൽ റിവീൽ ചെയ്ത് കൊടുക്കുന്ന സംഭവമാണ് സാങ്കേതിക വിദ്യ എന്നാണ്. ഇങ്ങനെയാണ് സാങ്കേതിക വിദ്യയെ മാർട്ടിൻ ഹെയ്ഡഗർ എന്ന് പറയുന്ന ഫിലോസഫർ ഡിഫൈൻ ചെയ്തത്. പക്ഷേ ഈ ഹെയ്ഡഗർക്ക് ഒരു പ്രശ്നം ഉണ്ട്, അതിലേക്ക് വരാം. ഈ ഹെയ്ഡഗർ എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് റിവീലിംഗ് ദ വേൾഡ്, അതായത് ലോകം ഇപ്പോൾ ടെക്നോളജി ഇല്ലാത്ത സമയത്ത് ലോകം നമ്മുടെ മുമ്പിൽ കൺസീൽ ചെയ്ത് കിടക്കണം. പക്ഷേ സാങ്കേതിക വിദ്യ വരുമ്പോൾ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക കൺസീൽമെൻറ്റ് അത് അൺഫോൾഡ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ വരികയും നിങ്ങൾക്ക് കാണാൻ, നിങ്ങൾക്കത് ഉപയോഗിക്കാൻ, അല്ലേ, നിങ്ങൾക്ക് ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ പല രീതിയിൽ മനസ്സിലാക്കാനുള്ള ഒരു സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ റിവീലിംഗ് ദ വേൾഡാണ് ടെക്നോളജി എന്ന് മാർട്ടിൻ ഹെയ്ഡഗറെ പോലുള്ള ഒരാൾ പറഞ്ഞു. അപ്പം ഇത് സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് നമുക്ക് വേണമെന്നാണ് ഞാൻ പറയാനായിട്ട്. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് മാർട്ടിൻ ഹെയ്ഗർ ഇങ്ങനെയൊക്കെ ഫിലോസഫർ ആയിരുന്നെങ്കിൽ ഈ മാർട്ടിൻ ഹെയ്ഗർ ആരെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഹിറ്റ്ലറെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളായിരുന്നു. ഹിറ്റ്ലറുടെ ഫിലോസഫിക്കൽ ബേസ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരാളായിരുന്നു മാർട്ടിൻ ഹെയ്ഡഗർ എന്ന് പറഞ്ഞാൽ. ഇവിടെയാണ് ഞാൻ ടെക്നോളജിൻ്റെ ആ ഒരു അടുത്ത ഒരു ഇത് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ടെക്നോളജിൻ്റെ ഇങ്ങനത്തെ കുറേ സംഗതികളാണ് പറയുന്നത്. ഒരു ടെക്നോ ഒപ്റ്റിമിസം എന്നൊക്കെ പറയുന്നത്. ഈ ലോകത്ത് നിന്ന് പല രീതിയിൽ ഈ ടെക്നോ ഒപ്റ്റിമിസ്റ്റുകളുണ്ട്. അതായത് ഈ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് മനുഷ്യകുലത്തിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് സാങ്കേതിക വിദ്യയാണെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്, ഈ ടെക്നോ ഒപ്റ്റിമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ. ഒരുപക്ഷെ അവരുടെ അതിലേക്ക് നമുക്ക് വരാം. അപ്പം ഈ ഹെയ്ഡഗർ ഞാൻ നേരത്തെ പറഞ്ഞു ഹിറ്റ്ലറുടെ സപ്പോർട്ടറായിരുന്നു. പക്ഷേ അദ്ദേഹം ഇത് പറയുമ്പോഴും അദ്ദേഹം ഈ ടെക്നോളജിക്ക് കൊടുത്ത ഡെഫിനിഷൻ റിവീലിംഗ് ദ വേൾഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ പക്ഷേ ഈ ടെക്നോളജിൻ്റെ ഒരു പ്രശ്നം എവിടെയാണ് കിടക്കുന്നത്? അപ്പോൾ റിവീലിംഗ് ദ വേൾഡ് ആണെങ്കിൽ ഏത് ലോകമാണ് നമ്മളുടെ മുമ്പിൽ ടെക്നോളജി കാണിച്ചു തരുന്നത്? ഇവിടെയാണ് ടെക്നോളജിൻ്റെ മറ്റൊരു വശം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു മാർട്ടിൻ ഹെയ്ഡഗറെ പോലുള്ള ഒരാൾ ഫാസിസത്തിനെ സഹായിച്ചിട്ടുള്ള ഒരു ഫിലോസഫർ ആയിരുന്നു എന്ന് പറഞ്ഞു. പലപ്പോഴും ചരിത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ വളരെ വളരെ നിസ്തുലമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ ടെക്നോളജി ചരിത്രത്തിൽ വളരെ ക്രൂരമായിട്ടുള്ള ചില സംഗതികളും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഓപ്പൺ ഹൈമറൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അല്ലേ? ഹൗ ടെക്നോളജി മനുഷ്യനെ എത്ര എഫക്റ്റീവായിട്ട് കൊല്ലാൻ പറ്റും എന്നുള്ളത് അതും ടെക്നോളജിക്ക് സാധ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. സാങ്കേതിക വിദ്യക്ക് മാത്രമല്ല, സാങ്കേതിക വിദ്യ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ലോകത്ത് പലരും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഹിറ്റ്ലറുടെ കാര്യമാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ ചരിത്രങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്താ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ? ജൂതന്മാരായിട്ടുള്ള ആളുകളെ കൊന്നിരുന്ന സ്ഥലങ്ങളായിരുന്നില്ല. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പണിയെടുത്തിരുന്ന അതിൻ്റെ ഏർലി കോൺട്രാക്ട് കിട്ടിയൊരു കമ്പനി ഇന്ന് ലോകത്തിൽ വളരെ പ്രബലം. IBM ഹോളോകോസ്റ്റ് തമ്മിൽ, IBM എന്നൊക്കെ അറിയാലോ, പലരും ജോലി എടുക്കാൻ ആഗ്രഹിക്കുന്ന കമ്പനിയായിരിക്കും. പക്ഷേ ഈ IBM ഹോളോകോസ്റ്റിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അവരുടെ ആദ്യഘട്ടത്തിലുള്ള ഈ ഡോക്യുമെൻറ്റേഷൻ, ജൂസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഐഡൻറ്റിഫിക്കേഷൻ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്തു കൊടുത്തത് IBM കമ്പനിയായിരുന്നു. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള എൻജിനീയേഴ്സിനെ കുറിച്ചുള്ള ഒരുപാട് വർക്കുകളുണ്ട്. കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ അവരെ പിന്നീട് ഈ ന്യൂറംബർഗ് ട്രയലിൽ അവരെ വിചാരണ ചെയ്ത് അവരുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അന്ന് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എന്താണ് ജൂതന്മാരെയും അതുപോലെ തന്നെ ഇങ്ങനത്തെ ആളുകളൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഒരെ കൊല്ലണം. അപ്പോൾ സാധാരണഗതിയിൽ എങ്ങനെ കൊല്ലുക? തൂക്കിക്കൊല്ലുക, ഗില്ലറ്റിന് വിധേയമാക്കിയിട്ട് കൊല്ലാം. അപ്പോൾ ഹിറ്റ്ലർക്ക് തോന്നി ഇതൊക്കെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഏർപ്പാടാണ്, ഇതിങ്ങനെ ഓരോ ആൾക്കാരങ്ങനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ നിരത്തി എങ്ങനെ കൊല്ലാം, അല്ലേ? ഇതിനെക്കുറിച്ചുള്ള ആലോചന വന്നു. അങ്ങനെയാണ് ഗ്യാസ് ചാമ്പർ എന്നുള്ള ഐഡിയ വരുന്നത്. അങ്ങനെ ഇന്നും പ്രബലമായിട്ടുള്ളൊരു കമ്പനിയാണ് ഗ്യാസ് ചാമ്പറിലുള്ള നാനക്സ്. എന്താണ് ഇതിൻ്റെ പേര്?
പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ ഗ്യാസ് എങ്ങനെയായിരുന്നു? അതായത് ആളുകളെ ഒരു ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പ്രതികളെ നിർത്തിയിട്ട് പറയും നിങ്ങളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. കുറേ ദിവസം ഇങ്ങനെ ആളുകൾ ഈ ജയിലിൽ കിടന്നിട്ട് ആകെ ഒരു പ്രത്യേക അവസ്ഥയിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവരോട് കുളിക്കാനും കൊണ്ടുപോകാന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമായി. പോലെ മൊത്തം ഡ്രസ്സൊക്കെ കഴിപ്പിച്ചിട്ട് കുളിമുറി പോലുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഷവറിൻ്റെ താഴെ ഇരുത്തി അതിൽ നിന്നാണ് ഈ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് അടിച്ച് കയറ്റിയിട്ട് ആളുകൾ ഒറ്റയടിക്ക് കൊല്ലണ ഒരു പ്രോസസ്സ്. ഇത് ടെക്നോളജിക്കലി ആലോചിച്ചിട്ട് തന്നെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്നോളജിയാണ്. അതിൽ പങ്കെടുത്തിട്ടുള്ള പല ആളുകളെയും പിൽക്കാലത്ത് വിചാരണയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഈ ട്രോളികളിൽ ഈ ശവങ്ങൾ പെട്ടെന്ന് ക്രിമേറ്റം ഡിസൈൻ ചെയ്ത ആർക്കിടെക്ചറുകൾ ഉണ്ടായിട്ടുള്ളത്. ക്രിമേറ്റം ഡിസൈൻ, അതായത് ഇത്രയധികം ശവങ്ങൾ വരുമ്പോൾ ഇതിനെങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പെട്ടെന്ന് കൊടുക്കാൻ പറ്റുക. ഇത് സമയം കൺസ്യൂം ആകരുതല്ലോ. കാരണം ഹിറ്റ്ലറെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നാഷണൽ വേസ്റ്റാണ്. ഏത് ജൂതന്മാർ നാഷണൽ വേസ്റ്റാണ്, അംഗവൈകല്യവർ നാഷണൽ വേസ്റ്റാണ്. പിന്നെ ഇതുപോലുള്ള ആളുകളെയൊക്കെ കൊന്നൊടുക്കണം എന്നുള്ളതും അതിന് ഇത്രയധികം സമയം എനർജി ഒന്നും ചിലവഴിക്കാൻ പറ്റില്ല, അതിന് മിനിമം എനർജി. അങ്ങനെ ഹിറ്റ്ലർ അതുകൊണ്ട് തന്നെ ഈ ഹോളോകോസ്റ്റും ടെക്നോളജിയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് പിന്നീട് ഫോളോ ചെയ്ത് വായിക്കാവുന്നതാണ്. ഒരുപാട് ഇപ്പോൾ ഞാൻ പറഞ്ഞ IBMN ഹോളോകോസ്റ്റ് പറഞ്ഞിട്ട് തന്നെ ഒരു വർക്കുണ്ട്. ഹോളോകോസ്റ്റിനെ കുറിച്ചും ടെക്നോളജിനെ കുറിച്ചും കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, സയൻസ് ടെക്നോളജി എങ്ങനെയാണ് ജനസൈഡുകളുടെ എനേബിൾ ചെയ്തതിനെ കുറിച്ചുള്ള ഒരുപാട് വർക്കുകളുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ശോഭനസുന്ദരമായ ഒരു സാങ്കേതിക വിദ്യയിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ ഇത് ബീഭത്സമായിട്ടുള്ള, അതിപ്പോൾ നമ്മൾ വിചാരിക്കുക ഹിറ്റ്ലറോടുകൂടി കഴിഞ്ഞു എന്നൊക്കെയാണല്ലോ നമ്മൾ വിചാരിക്കുക. അല്ല, നിങ്ങൾക്കറിയാം 2ാം ലോക മഹായുദ്ധത്തിൽ എങ്ങനെയാണ് ന്യൂക്ലിയർ ബോംബിന്റെ സ്ഫോടനം എന്തുകൊണ്ടാണ് പകൽ സമയത്ത് കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ ഒരു ഫിക്സ് ചെയ്തത്? എന്തിനാ? അതിൻ്റെ പിന്നിൽ ഒരു ക്രൂരമായിട്ടുള്ള ഒരു ലബോറട്ടറി പരീക്ഷണത്തിൻ്റെ മനസ്സുണ്ടായിരുന്നു. കാരണം ബോംബുണ്ടെങ്കിൽ രാത്രിയും ബോംബിടാം. എന്തിനാണ് കുട്ടികൾ പുറത്തിറങ്ങുന്ന സമയത്ത് 10നും 12നും ഇടയിൽ ഈ ബോംബൊന്നും ഇടേണ്ട കാര്യം തന്നെയല്ല. നിങ്ങൾ ഈ സിനിമ വന്നപ്പോൾ ഇതിനെ കുറിച്ച് ഒരുപാട് ഡിബേറ്റുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ ബോംബ് വേണമെങ്കിൽ ഇടാതെ ജപ്പാൻ കീഴടങ്ങുമായിരുന്നു. പക്ഷേ ആ ബോംബ് പരീക്ഷിക്കണം. അവർ പരീക്ഷിച്ചു വിജയിച്ചു അല്ലേ, മരുഭൂമിയിൽ പരീക്ഷിച്ച് വിജയിച്ചു. പക്ഷെ മരുഭൂമിയിൽ പരീക്ഷിച്ച് വിജയിച്ചാൽ പോരാ, ഇതെവിടെ പരീക്ഷിച്ച് വിജയിക്കണം? മനുഷ്യരിൽ പരീക്ഷിച്ച് വിജയിക്കണം. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഇതിലെ സയന്റിസ്റ്റുകളോട് നിങ്ങൾ എവിടെയും പിന്നെ പറയാ എക്സ്പെരിമെന്റ് ചെയ്യൂല എന്ന് പറഞ്ഞത്. മനുഷ്യരിൽ പരീക്ഷിച്ച് വിജയിച്ചാൽ മാത്രം പോരാ, ഒരുപാട് ആളുകൾ ഇതിന്റെ അഫക്റ്റ് ഉണ്ടാവണം. ഒരുപാട് ആളുകൾ അഫക്റ്റ് ഉണ്ടാകുന്നപ്പോൾ കുട്ടികളൊക്കെ ഇറങ്ങുന്ന സമയത്താണെങ്കിൽ കുട്ടികളെ ബാധിക്കും, വയസ്സന്മാരെ ബാധിക്കും. ഓരോ തരം ഏജ് ഗ്രൂപ്പിലും ഇതെങ്ങനെ ബാധിച്ചു എന്ന് പിൽക്കാലത്ത് പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ എന്തുള്ളൂ, വേറെ ന്യൂക്ലിയർ അറ്റാക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ലബോറട്ടറി ആയിട്ട് മനുഷ്യൻ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക യുക്തി 2ാം ലോക മഹായുദ്ധത്തോടുകൂടി അത് കഴിഞ്ഞു നിങ്ങൾ കരുതുന്നുണ്ടോ? ഏറ്റവും അടുത്തിറങ്ങിയ ഒരു പുസ്തകം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയി വായിക്കാം. ഫലസ്തീൻ ആസ് എ ലബോറട്ടറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്കുണ്ട്. ഇപ്പോൾ വേഴ്സോ ബുക്സ് ആണ് ഇറക്കിയത്. വേഴ്സോ ബുക്സിൻ്റെ വെബ്സൈറ്റിൽ അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇത് എക്സാക്ട്ലി ഇതുപോലെ എങ്ങനെയാണ് പുതിയ ആയുധങ്ങൾ, ടെക്നോ സർവൈലൻസ് മെക്കാനിസം, ഡാറ്റ ഇതിൻ്റെ മെക്കാനിസം, എങ്ങനെയാണ് ഗസ എന്നൊരു പ്രദേശത്തെ ഒരു തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെയും സയൻസിൻ്റെയും പറയാ ഇസ്രായേലിൻ്റെ ഒരു തരത്തിലുള്ള ലബോറട്ടറി ആയിട്ട് അവർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ യുദ്ധത്തിൽ പോലും അൽഷിഫ ഹോസ്പിറ്റലിൽ 2-3-4 ദിവസം ബോംബിടുന്നു അല്ലെ, അതിൻ്റെ ഭയങ്കര വിഷ്വൽസ് നമ്മൾ കണ്ടു. 3-5 ദിവസം ഭയങ്കരമായിട്ട് ബോംബിട്ട് വരും. കുറച്ച് ദിവസം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വിഷ്വൽസ് ഒന്നും വന്നില്ല. ഇതിന് കാരണം എന്തായെന്ന് പറയാം, അവർ ആയുധം ഒന്ന് മാറ്റി പുതിയൊരു ആയുധം പരീക്ഷിച്ചു. ആ ആയുധത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? RX-9 എന്നാണ് അതിൻ്റെ പേര്, എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. RX-9 ഹൊറർ മിസൈൽ, അങ്ങനെ RX-9 ഹൊറർ മിസൈൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ ഒരു മിസൈൽ, ബാലിസ്റ്റിക് മിസൈലിനുള്ളിൽ എക്സ്പ്ലോഡ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാവും. എക്സ്പ്ലോഡ് ചെയ്ത് പൊട്ടുന്നു, ഭയങ്കര അല്ലെ പുകപടലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മീഡിയ ക്യാപ്ചർ ചെയ്തു, അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽ ഇത് പെട്ടെന്ന് കിട്ടും. ഇത് വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ബാലിസ്റ്റിക് മിസൈലാണ്. ഇതിലുണ്ടാവുക 6-8 ഭയങ്കര മൂർച്ചയുള്ള ബ്ലേഡുമായുള്ള കത്തിമാരുള്ള സാധനങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഈ മിസൈൽ വീണ്
താഴേക്ക് വീണ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഈ മൂർച്ചയുള്ള ബ്ലൈഡുകൾ ചുറ്റുപാടും കറങ്ങി ആളുകളെ കഷ്ണം 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 കഷ്ണമായിട്ട് വെട്ടി മാംസ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റും. ഇതാണ് ഈ മിസൈൽ ചെയ്യാം. ഈ മിസൈലാണ് അൽഷിഫയിലെ ഇൻക്യുബേറ്ററുകളിലേക്ക് ഇസ്രായേൽ ഇട്ടത്. ഇത് അവരുടെ ഒരു വലിയൊരു സാങ്കേതിക വിജയമായിട്ടാണ് പലരും പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ അപ്പോൾ ലോകത്ത് മീഡിയ കാണൂല, ആരും കാണൂല. ഇങ്ങനെ സാങ്കേതിക വിദ്യനെ ഈ അർത്ഥത്തിൽ. അപ്പം അതുകൊണ്ടാണ് കുട്ടികളുടെ കയ്യും കാലൊക്കെ വിച്ഛേദിച്ചതിൻ്റെ ഫോട്ടോകൾ നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും. ഈ ബോംബിടുന്നു, ചെറിയ കുട്ടികളെ കഷ്ണം കഷ്ണമായിട്ട് പോകുന്നു. ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന, അതായത് എത്ര എഫക്റ്റീവായിട്ട് മനുഷ്യനെ കൊല്ലാൻ പറ്റും, എത്ര എഫക്റ്റീവായിട്ട് മനുഷ്യനെ നമുക്ക് ഒരർത്ഥത്തിൽ കൊന്നൊടുക്കാൻ പറ്റും എന്നുള്ളത് ആലോചിക്കുന്ന ഒരു സാങ്കേതിക യുക്തിയും ഉണ്ട്. അപ്പോൾ സാങ്കേതിക വിദ്യൻ്റെ ഒരു പെർഫോമൻസ് ഇങ്ങനെ ലോകത്ത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ റേസിസം മുതൽ കാസ്റ്റ് ഇങ്ങനത്തെ എല്ലാവിധ, ഇപ്പോൾ നമുക്കറിയാം ഈ പലരും ഈ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഈ സർവൈലൻസ് AI ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അതൊരു തരം മനുഷ്യനെ തന്നെ മൊത്തം റീപ്ലേസ് ചെയ്യുന്ന ഒരു അപമാനവീകരണത്തിൻ്റെ യുക്തിയിലേക്ക് സാങ്കേതിക വിദ്യ വളരുന്നതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ടെക്നോ ഒപ്റ്റിമിസ്റ്റുകളുണ്ട്. ടെക്നോളജി വിൽ ഡ്രൈവ് ദ സൊസൈറ്റി എന്ന് പറയുന്ന ടെക്നോ ഒപ്റ്റിമിസ്റ്റുകൾ. ഇപ്പോൾ ഈ നമ്മളെ ഫേസ്ബുക്കിൽ, ഇൻഫോസിസിൽ ഒക്കെ ഷെയറുള്ള ആൻഡ്രേസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ഈ പുള്ളിൻ്റെ ഒരു മാനിഫെസ്റ്റോ ഈ അടുത്ത് ഇറങ്ങിയിരുന്നു. ആ മാനിഫെസ്റ്റോൻ്റെ പേര് ടെക്നോ ഒപ്റ്റിമിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മാനിഫെസ്റ്റോ ഉണ്ട്. ഈ മാനിഫെസ്റ്റോ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ടെക്നോളജി മതി. ടെക്നോളജി ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ദുരന്തങ്ങളെ കുറിച്ചുള്ള ഒരുപാട് സംവാദങ്ങളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മുതൽ ഇതുപോലുള്ള ഒരുപാട് ഇഷ്യൂസിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മാതിരി എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ, മനുഷ്യൻ്റെ. അപ്പോൾ മൂപ്പര് പറഞ്ഞതെന്ന് വെച്ചാൽ ടെക്നോളജി തന്നെയാണ് ഇതിനെ റീപ്ലേസ് ചെയ്യുക. പക്ഷെ ഇദ്ദേഹത്തിന് ഇത് സാധാരണ ഇതിൽ ആക്സിലറൈസ് എന്താ പറയുക, ഈ ലോകത്തിൻ്റെ വേഗത കൂട്ടിക്കൊണ്ട് ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്നുള്ള ഒരു ടെക്നോ സൊല്യൂഷൻ ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പറയുന്ന ആളുകളാണ്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഗുരുവായിട്ട് അദ്ദേഹം സങ്കല്പിക്കുന്ന ആരെയെന്ന് അറിയാം. അതായത് മരിരട്ടോ ഫിലിപ്പോ എന്ന് പറഞ്ഞിട്ടുള്ള ഇറ്റാലിയൻ ആയിട്ടുള്ള ഒരു ആളുണ്ട്. ഈ ഫിലിപ്പോ എന്ന് പറയുന്ന ആള് 1999 മാനിഫെസ്റ്റോ ഫോർ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഡോക്യുമെൻ്റ് മാനിഫെസ്റ്റോ ഫോർ എ ഫാസിസ്റ്റ് വേൾഡ് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനൊരു ഫാസിസത്തിൻ്റെ ഉപാസകരായിട്ടുള്ള ആളുകൾ ടെക്നോളജിനെ കാണുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ലോകത്തെ ഒരു തരത്തിൽ അവരുടെ സമഗ്രാധിപത്യപരമായിട്ടുള്ള നിലപാടുകളിലേക്ക് കൊണ്ടുപോകുന്നതിനും സമഗ്രാധിപത്യപരമായിട്ടുള്ള എന്താ പറയുക അവരുടെ ആധിപത്യത്തിനും ഉപകരിക്കുന്ന ഒരു സാധനം നിലനിൽക്കാണ് അവർ ടെക്നോളജിനെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ടെക്നോളജി മനുഷ്യനെ ലോകത്ത് അസ്റ്റോണിഷിംഗ് ആയിട്ടുള്ള വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സംഗതി ആയിരിക്കെ തന്നെ ടെക്നോളജി ഒരു യുക്തിയായി വികസിക്കുമ്പോൾ വേണമെങ്കിൽ ടെക്നോളജിക്ക് ഈ അർത്ഥത്തിലുള്ള ഒരു ഭാഗം കൂടി ടെക്നോളജിക്ക് ഉണ്ട് എന്നുള്ളതാണ് സാങ്കേതിക വിദ്യക്കും സാങ്കേതിക യുക്തിക്കും അത്തരത്തിലുള്ള ഒരു സംഭവമുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം പലപ്പോഴും ടെക്നോളജി എന്താണ് ഇതിനേക്കാൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ടെക്നോളജിയിൽ ആര് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത്. ഇവിടെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ പോലുള്ള മൂവ്മെന്റുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും സാങ്കേതിക വൈദഗ്ധ്യം നേടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം. അതായത് ആരാണ് ഈ മേഖലയിൽ ഇടപെടുന്നത്, ഏത് തരത്തിലുള്ള എത്തിക്സ് ആണ്, ഏത് തരത്തിലുള്ള രാഷ്ട്രീയമാണ് ഈ മേഖലയിൽ ഇടപെടുന്നത് എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ് ലോകത്തിന്റെ തന്നെ നിലനിൽപ്പിനെ കുറിച്ച്. ഈ ടെക്നോളജിക്കൽ എന്താ പറയുക ഈ ആസ്പിരേഷനെ കുറിച്ചും അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ഒപ്റ്റിമിസ്റ്റുകളെ കുറിച്ചും പറഞ്ഞു, ടെക്നോളജിക്കൽ ഉട്ടോപ്പിയ എന്നെ കുറിച്ച് സ്വപ്നം കാണുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഈ ടെക്നോളജിന്റെ ഇത്തരം പ്രശ്നങ്ങളിലൂടെ വളരെ ടെക്നോളജിക്കൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള പെസിമിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുണ്ട്. ടെക്നോളജി മനുഷ്യന് വരുത്തി വെക്കുന്ന വിനകളെ കുറിച്ച്, അത് വരുത്തി വെക്കുന്ന അപകടങ്ങളെ കുറിച്ച് ആലോചിക്കുകയും അതുകൊണ്ട് തന്നെ ടെക്നോളജി തന്നെ വേണ്ട എന്ന് പറയുന്ന തരത്തിലുള്ള വാദഗതികളുണ്ട്. ഇപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷി ഒരു കക്ഷികൾക്ക് അറിയായിരിക്കും. അറിയോ ഇല്ലേ? ഗാന്ധിജി ഭയങ്കര ഒരു സാങ്കേതിക വിദ്യയുടെ എതിർപക്ഷത്ത് നിന്നിരുന്ന ആളായിരുന്നു. പലപ്പോഴും സാങ്കേതിക വിദ്യയുടെ കൂടെ അത്ര വലിയൊരു റെയിൽവേ വന്നപ്പോൾ അദ്ദേഹം എതിർത്തിരുന്നു.
പക്ഷേ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ചിലപ്പോൾ ഇപ്പോൾ സയൻസ് ഫിക്ഷനിലൊക്കെ കാണാൻ പറ്റും. നിങ്ങൾ ഡ്യൂൺ സീരീസ് കണ്ടു, സയൻസ് ഫിക്ഷൻ കാണുന്നുണ്ട് ആരെങ്കിലും? ഡ്യൂൺ സീരീസിൽ ബട്ട്ലേറിയൻ ജിഹാദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ട്ലേറിയൻ ജിഹാദിൽ എന്താണ്? മനുഷ്യന്റെ പോലെ ആലോചിക്കുന്ന മെഷീൻസിനോട് യുദ്ധം ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് ആ സീരീസിൽ പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ബട്ട്ലേറിയൻ ജിഹാദ് എന്നാണ് ആ പുസ്തകത്തിന്റെ തന്നെ പേര് എന്നാണ്. അപ്പോൾ സാങ്കേതിക വിദ്യന്റെ വേറൊരു ഡയമെൻഷൻ ഇതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാന്ന് വെച്ചാൽ നമ്മൾ എടുക്കേണ്ട ഒരു പൊസിഷൻ, സാങ്കേതിക വിദ്യന്റെ ഭയങ്കര നേരത്തെ പറഞ്ഞ മാതിരി മാറ്റത്തിന്റെ ഒരു ശേഷിയുണ്ട്. അത് ലോകത്തിനെ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള അതിൻ്റെ ഒരു ശേഷിയുണ്ട്. ലോകത്തിനെ തന്നെ നശിപ്പിക്കാനുള്ള ഒരു കെൽപ്പ് സാങ്കേതിക വിദ്യക്ക് ഉണ്ട്. ഇന്ന് പലപ്പോഴും ആളുകൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് AI ഒക്കെ കൺട്രോൾ വേണമെന്ന് പല ലോകരാജ്യങ്ങളും പറയാൻ കാരണം എന്താ വെച്ചാൽ അത് മനുഷ്യനെ തന്നെ റീപ്ലേസ് ചെയ്യുന്നുള്ള ഒരു സാഹചര്യം വരുന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അതിനപ്പുറം വേണ്ടത് സാങ്കേതിക വിദ്യയുടെ ഒരു രാഷ്ട്രീയം എന്താണ് എന്നുള്ള ഒരു ബോധ്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്ത് എടുത്ത് പരിശോധിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷനാണ്. ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കുണ്ട്. അജന്ത സുബ്രഹ്മണ്യം എഴുതിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വർക്ക്, കാസ്റ്റ് ഓഫ് മെറിറ്റ്, ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷനെ കുറിച്ച്. ഇപ്പോൾ നമ്മൾ പറയും IIT-കളിലൊക്കെ ഒരു ഉന്നത കുലജാതരായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് പ്രവേശനം, അല്ലാത്തവരെ ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ തന്നെ നിരുത്സാഹപ്പെടുത്തുകയോ അവരെ തടയുകയോ ചെയ്യുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പ് നമ്മുടെ പറയാം. ഓക്കെ, അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ധനോഫോയ അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സാങ്കേതിക വിദ്യൻ്റെ ഒരു ടച്ച് ഓഫ് മിഡാസ് എന്നുള്ള ഒരു കഥ വായിച്ചിട്ടുണ്ടാവും. ടച്ച് ഓഫ് മിഡാസ് എല്ലാവരും അറിയണ കഥ തന്നെയാണ്. ഒന്നുമില്ല, ഒരാൾ തൊടുന്നതെല്ലാം സ്വർണ്ണമാകണമെന്ന് ആഗ്രഹിച്ച രാജാവിൻ്റെ കഥ അല്ലേ? തൊടുന്നതെല്ലാം സ്വർണ്ണമാകണമെന്ന് ആഗ്രഹിച്ച രാജാവിൻ്റെ കഥ. അതായത് അയാൾക്കൊരു വരം കിട്ടി. അയാളെ വരം എന്താണ്? ഞാൻ തൊടുന്നതെല്ലാം സ്വർണ്ണമാവും. പിറ്റേന്ന് അയാളുടെ കൊട്ടാരത്തിൻ്റെ ചുമരുമ തൊട്ടു, അത് സ്വർണ്ണമായി. അയാൾ കസേരമ തൊട്ടു, അത് സ്വർണ്ണമായി. അപ്പം ഇതുപോലെയാണ് സാങ്കേതിക വിദ്യനെ കുറിച്ച് ഇതുപോലെ പറയുന്നത്. സാങ്കേതിക വിദ്യ മനുഷ്യരിൽ വലിയ രീതിയിലുള്ള ചേഞ്ച് ഉണ്ടാക്കും, പ്രോസ്പെരിറ്റി കൊണ്ടുവരും എന്ന് പറയുമ്പോൾ ഇത് ടച്ച് ഓഫ് മിഡാസ് പോലെയാണ്. പിന്നെ ഭക്ഷണത്തുമ്പോൾ തൊട്ടു, അത് സ്വർണ്ണമായി. പിന്നെ അയാളുടെ കുട്ടി വന്നു, അതിനെ തൊട്ടു, അത് സ്വർണ്ണമായി. അങ്ങനെ മൊത്തം ഇത് സ്വർണ്ണമായി എന്ന് പറയും. ഓക്കെ, ഇതാണ് സാങ്കേതിക വിദ്യന്റെ വേറെ പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം സ്വർണ്ണമായാൽ പിന്നെ ഇതുകൊണ്ട് വലിയ കാര്യമുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞത് സ്വർണം നിങ്ങൾക്ക് ഒരു പ്രാവശ്യം തൊടുമ്പോൾ ചുമര് സ്വർണ്ണമായ പ്രശ്നമല്ല, പക്ഷെ ഭക്ഷണം സ്വർണ്ണമായി കഴിഞ്ഞാൽ ഒരു കാര്യമല്ല. അപ്പം സാങ്കേതിക വിദ്യന്റെ ഒരു ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ടച്ച് ഓഫ് മിഡാസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ആളുകൾ പറയാറുണ്ട്. ഇതുപോലെയാണ് സാങ്കേതിക വിദ്യ. ഇത് തൊടുന്നത് മുഴുവൻ ചിലപ്പോൾ സ്വർണ്ണാക്കി മാറ്റുണ്ടാവും, പക്ഷെ അത് മനുഷ്യന് അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, മനുഷ്യന്റെ അതിജീവനം തന്നെ ഒരു പക്ഷേ പ്രയാസത്തിലാവും. അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യയിൽ ആരാണ് ഇടപെടുന്നത് എന്നുള്ളതും സാങ്കേതിക വിദ്യയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമായിട്ട് നമ്മൾ ഉന്നയിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇതെന്നാണ് എനിക്ക് ചുരുക്കി പറയാനുള്ളത്. നമ്മളെ സമയം കൂടി ഇല്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള അജന്ത സുബ്രഹ്മണ്യത്തിന്റെ വർക്കിൽ അവർ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ഇന്ത്യയിൽ ഇപ്പോൾ IIT ഇതൊക്കെ എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഒരു സോഷ്യൽ പ്രൊഫൈൽ നോക്കുക. ഈ സോഷ്യൽ പ്രൊഫൈൽ ആരായിരിക്കും? വളരെ വ്യക്തമാണ് അല്ലേ? വളരെ സ്ട്രഗിൾ ചെയ്ത് പോകുന്ന ആളുകൾ വരെ ഫാത്തിമ ലത്തീഫിൻ്റെ ഒക്കെ അനുഭവങ്ങളുണ്ട്. പലപ്പോഴും അവിടുത്തെ ഒരു സോഷ്യൽ പ്രഷർ താങ്ങാനാവാതെ സൂയിസൈഡ് ചെയ്ത് പുറത്തിറങ്ങേണ്ടി വരുന്ന അവസ്ഥ സംജാതമാകുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ പിന്നാക്ക സമുദായങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ സൂയിസൈഡ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് IIT-കൾ മാറുകയും ചെയ്യുന്നുണ്ട്. IIT-കൾ എന്ന് പറഞ്ഞാൽ തന്നെ ആ അർത്ഥത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു എലൈറ്റ് അപ്പർ കാസ്റ്റ് സെന്ററുകളായിട്ടാണ് ഇന്ന് കാണുന്നത്. പക്ഷെ ഞങ്ങൾ ആലോചിച്ച് നോക്കുക, അജന്ത സുബ്രഹ്മണ്യം പറയുന്നുണ്ട്, ഒരിക്കലും സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഒരു എലൈറ്റ് അപ്പർ കാസ്റ്റിന്റെ സംഗതി ആയിരുന്നില്ല പ്രീ ബ്രിട്ടീഷ് പീരീഡിൽ. നിങ്ങൾ ആലോചിക്കുക, എന്താ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ? ആശാരി ആരാണ്? ഏറ്റവും ഇങ്ങനത്തെ പണികളൊക്കെ എടുത്തിരുന്ന ആരാണ്? പക്ഷെ അത് ബ്രിട്ടീഷുകാർ വരുമ്പോൾ അതൊരു നോളജായിട്ട് കൺവേർട്ട് ചെയ്യുകയും ആ നോളജ് കൺവേർട്ട് ചെയ്തോടുകൂടി അതിൽ നിന്ന് അത് ചെയ്തിരുന്ന ആളുകളെ
അന്യവൽക്കരിക്കുകയും അതിൻ്റെ മേധാവിത്വം ഒരു കൂട്ടർക്ക് കിട്ടുകയും പിന്നീട് അവർക്ക് അത് പഠിക്കാനുള്ള അവകാശം, അതായത് അവരുടെ ഓർഗാനിക് ആയിട്ടുള്ള നോളജിനെയാണ് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർ കോഡിഫൈ ചെയ്തിട്ട് അത് പിന്നെ ഇങ്ങനത്തെ ഒരു നോളജ് സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്തത് ലോകത്തെല്ലാ ഭാഗത്തും. പക്ഷെ പിന്നീട് അതിലേക്ക് എത്താൻ പോലും സാധ്യമല്ലാത്ത രീതിയിൽ അത് മാറുകയും ചെയ്യുന്നു. ഇപ്പൊ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അജാന്ത സുബ്രഹ്മണ്യം പറയുന്നത് അങ്ങനെയാണ്. IIT-കൾ ഇപ്പോൾ ഒരു ഇതുപോലുള്ള സ്ഥാപനങ്ങളായിട്ട് പറയുന്നത്. ഇത്തരത്തെ സാധാരണഗതിയിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ആലോചിച്ചാൽ IIT-ൽ ഒരു പക്ഷേ ഇങ്ങനത്തെ ആർട്ടിസാൻ കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള ആളുകൾ കൂടുതൽ ഉണ്ടാവണം. കാരണം അവർക്ക് ഓർഗാനിക്കലി തന്നെ ഈ പണികൾ അറിയാം. പക്ഷെ എന്തുകൊണ്ട് വരുന്നില്ല? ഇവിടെയാണ് ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തിനെ നമ്മൾ സൂക്ഷ്മമായിട്ട് അന്വേഷിക്കുകയും അതിനെ എന്താ പറയുക അഡ്രസ്സ് ചെയ്യുകയും ചെയ്യേണ്ടത്. സാങ്കേതിക വിദ്യയുടെ തന്നെ രാഷ്ട്രീയത്തിനെ സൂക്ഷ്മമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ് എന്നാണ് ഒരു പോയിന്റായിട്ട് നമ്മളോട് പറയാനുള്ളത്. സാങ്കേതിക വിദ്യ വേണോ വേണ്ടേ എന്നുള്ള ചർച്ചയ്ക്കപ്പുറം സാങ്കേതിക വിദ്യയുടെ രാഷ്ട്രീയം, ഒരുപക്ഷെ നിങ്ങൾക്ക് ഇസ്രായേലില് ലബോറട്ടറിമാരെ മനുഷ്യനെ ഉപയോഗിക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്യാം. അതല്ല, മനുഷ്യ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന കുറച്ചുകൂടി സുഗമമാവുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. അതിന് സാങ്കേതിക വിദ്യന്റെ രാഷ്ട്രീയത്തിനെ നമ്മൾ പൊളിച്ചെഴുതുക തന്നെ വേണം. ഇന്ന് നിലനിൽക്കുന്ന സാങ്കേതിക വിദ്യയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പലപ്പോഴും അത് നേരത്തെ പറഞ്ഞ മാതിരി യൂറോപ്യൻ വെസ്റ്റേൺ വൈറ്റ് സുപ്രീമസിയെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലാണ് ഈ സാങ്കേതിക വിദ്യയെ മോൾഡ് ചെയ്തിരിക്കുന്നത്. അത് അവരുടെ മാത്രം നോളജിന്റെ കുത്തകതയൊന്നുമല്ല. നിങ്ങൾ സാങ്കേതിക വിദ്യന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുക. നിങ്ങളിന്ന് പറഞ്ഞ റോബോട്ടിക്സിന്റെ അല്ലെങ്കിൽ AI-ന്റെ അൽഗോറിതത്തിന്റെ അതിന്റെ റൂട്ടുകൾ എവിടെ പോയി കിടക്കും? അൾജിബ്രയിൽ പോയി കിടക്കും. അൾജിബ്ര എവിടുന്ന് ഡെവലപ്പ് ചെയ്തു വന്നതാണ്. മാത്തമാറ്റിക്സിന്റെ ഒരു പക്ഷേ ഏർലി പാഠങ്ങൾ ഈ തൃശ്ശൂരും കൊടുങ്ങല്ലൂരൊക്കെ ഉള്ള പഴയ കേരളത്തിലെ മാത്തമാറ്റീഷ്യൻസിന്റെ അടുത്ത് പോയി കിടക്കും. പക്ഷേ ഇത് പിന്നീട് ഒരു നോളജായിട്ട് കൺവേർട്ട് ചെയ്യുകയും ഇതിലുണ്ടായിരുന്ന റിസലിയൻസ്, ഇപ്പൊ പണ്ടത്തെ ഈ ആളുകൾ അൾജിബ്ര ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളുകൾ ഒരിക്കലും മനുഷ്യനെ റീപ്ലേസ് ചെയ്യാനല്ല, അവർ പരമമായിട്ടുള്ള സത്യത്തിനെ അന്വേഷിച്ചിട്ടാണ് ഈ കണക്കും ഇതൊക്കെ പാടുണ്ടാക്കി വെച്ചിട്ടുള്ളത്. പക്ഷെ പിന്നീട് അത് നേരത്തെ പറഞ്ഞ ഒരു കേവലമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റൽ ലോജിക്കിലേക്ക് അത് പരിവർത്തിപ്പിക്കപ്പെടുകയും അത് ആധിപത്യത്തിന്റെ ഒരു ടൂളായി, അധികാരത്തിന്റെ ഒരു ടൂളായി സാങ്കേതിക വിദ്യ പരിവർത്തിപ്പിക്കപ്പെടുകയും ചെയ്തതോടുകൂടി അത് നേരത്തെ പറഞ്ഞ പോലെ അപമാനവീകരണത്തിന്റെ, മനുഷ്യവിരുദ്ധതയുടെ ഏറ്റവും ക്രൂരമായ സംഗതികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപാധിയായി ടെക്നോളജി മാറിയ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്രട്ടേണിറ്റി പോലുള്ള ഒരു മൂവ്മെന്റിന് ടെക്നോളജിയുടെ സാമൂഹികതയെ, രാഷ്ട്രീയത്തെ, നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയുടെ പ്രസരണത്തെ ഇതിനൊക്കെ ഊട്ടി ഉറപ്പിക്കണമെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളുന്നവർ ടെക്നോളജിനെ ആ രാഷ്ട്രീയത്തോടു കൂടി ഹാൻഡിൽ ചെയ്യാൻ റെഡിയായിട്ട് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ സാങ്കേതിക വിദ്യയുടെ ഈ ഒരു തരത്തിൽ മനുഷ്യന്റെ മുകളിൽ തന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഡ്യൂൺ സീരീസിൽ പറയുന്ന മാതിരി മനുഷ്യനെ തന്നെ കീഴ്പ്പെടുത്തുന്ന സാങ്കേതിക വിദ്യ, മനുഷ്യന്റെ മുകളിൽ ആധിപത്യമുള്ള സാങ്കേതിക വിദ്യ. അപ്പോൾ ഈ സാങ്കേതിക വിദ്യക്കെതിരെ നീതി, സാഹോദര്യം, നേരത്തെ പറയും മറ്റൊരു മനുഷ്യനെ കാണാൻ പറ്റാത്ത, അപ്പോൾ ഈ വംശീയതയിലൊക്കെ സാങ്കേതികമായിട്ടുള്ള വിദ്യ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കറുത്തവനെ വേർതിരിക്കാൻ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ സർവൈലൻസ് സിസ്റ്റത്തിലൊക്കെ വംശീയതന്റെയും ഇസ്ലാമോഫോബിയന്റെയും കാസ്റ്റിസത്തിന്റെയും എല്ലാ എലമെന്റുകളും സാങ്കേതിക വിദ്യകളിലും കാണാൻ പറ്റും. അത് കാരണം എന്ന് വെച്ചാൽ ഹെയ്ഡഗർ പറഞ്ഞതുപോലെ റിവീലിംഗ് ദ വേൾഡ് ആണ്. പക്ഷേ ആർക്ക് മുന്നിലാണോ വെളിപ്പെട്ട് വരുന്നത് അവരുടെ പ്രജുഡൈസ്, മുൻവിധികൾ, അധികാരത്തെക്കുറിച്ചുള്ള സമീപനം, മനുഷ്യനെ കുറിച്ചുള്ള സമീപനം, മനുഷ്യവിരുദ്ധമായ സമീപനങ്ങൾ ആ സാങ്കേതിക വിദ്യയിലും ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ സാങ്കേതിക വിദ്യയെ അതിനപ്പുറമുള്ള ഒരു മൂല്യപരമായിട്ടുള്ളൊരു സംഗതിയായിട്ട് പുനഃസൃഷ്ടിക്കുകയാണെങ്കിൽ സാങ്കേതിക വിദ്യ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്ന ലോകം മറ്റൊന്നുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് നമുക്കൊരു, ഞാൻ നേരത്തെ പറഞ്ഞ ഡ്യൂൺ സീരീസ് പറയുന്ന പോലെ ഒരു ബട്ട്ലേറിയൻ ജിഹാദ്, ഒരു ബട്ട്ലേറിയൻ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇൻഹ്യൂമൻ ഈ മനുഷ്യവിരുദ്ധമായിട്ടുള്ള ടെക്നോളജിക്കെതിരായിട്ടുള്ള ഒരു ബട്ട്ലേറിയൻ ജിഹാദ് നിങ്ങൾ നടത്തുകയാണെങ്കിൽ മറ്റൊരു തരത്തിലുള്ള സാങ്കേതിക വിദ്യയെ, മനുഷ്യന്റെ പ്രോസ്പെരിറ്റിയെ, മനുഷ്യന്റെ ആത്മീയതയെ, മനുഷ്യന്റെ നൈസർഗികമായ വാസനകളെ, നേരത്തെ പറഞ്ഞു മനുഷ്യന്റെ ഭാവനയെ ഉത്തേജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയുടെ ആ ഒരു സ്റ്റേജിനെ നിങ്ങൾക്ക് പുനഃസൃഷ്ടിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അതുകൊണ്ട് തന്നെ ക്യാമ്പസുകളിൽ നിങ്ങൾ ടെക്നോളജിയുടെ ഈ രാഷ്ട്രീയത്തെക്കുറിച്ചും
ടെക്നോളജിയുടെ. അതുകൊണ്ട് ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം, ഇപ്പോൾ ഈ ഫലസ്തീനിൽ പ്രക്ഷോഭം നടക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക സ്ഥാപനങ്ങളിൽ ഒന്നാണ് MIT. എന്താ MIT എന്ന് പറഞ്ഞാൽ? മെസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അല്ലേ? ഒരുപക്ഷെ അമേരിക്കൻ്റെയും ഇസ്രായേലിൻ്റെയൊക്കെ ഒരുവിധം പരീക്ഷണങ്ങൾ, ആയുധ പരിശീലനങ്ങൾ മുഴുവൻ, ആയുധ എക്സ്പെരിമെൻറ്റുകൾ മുഴുവൻ നടക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ഒരു മാനിഫെസ്റ്റോ ഉണ്ട്, നോ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ ജനസൈഡ് എന്ന് പറഞ്ഞിട്ട് അവർ ക്ലാസ്സുകൾ മുഴുവനും കഴിഞ്ഞ ദിവസങ്ങളിൽ ബങ്ക് ചെയ്തു. ടെക്നോളജി ക്ലാസ്സുകളിൽ നോ ജനസൈഡ് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ് ശാസ്ത്രത്തിനെയും സാങ്കേതിക വിദ്യയെയും മനുഷ്യവിരുദ്ധതയിൽ നിന്ന്, കൊളോണിയലിസത്തിന്റെ കൈകളിൽ നിന്ന്, റേസിസ്റ്റുകളുടെ കയ്യിൽ നിന്ന്, സിയോണിസ്റ്റുകളുടെ കൈകളിൽ നിന്ന് മോചിപ്പിക്കുകയും ശാസ്ത്രത്തിന്റെയും സാങ്കേതികതയും മനുഷ്യന്റെ ഭാവനയെ ഉയർത്തിവിട്ട, മനുഷ്യന്റെ ആത്മീയതയെ ഉയർത്തിവിട്ട, മനുഷ്യന്റെ സാധ്യതകളെ പരിപോഷിപ്പിച്ച, മനുഷ്യന്റെ അടുപ്പത്തെ ഉണ്ടാക്കിയ. ഞാൻ നേരത്തെ പറഞ്ഞു, മൊബൈൽ ഉള്ളത് കൊണ്ട് നമ്മൾ അടുത്തു പോയവരാണ്, ട്രെയിൻ ഉള്ളത് കൊണ്ട് അടുത്തു പോയവരാണ്. ഇങ്ങനെ ഒരു സാധ്യത ടെക്നോളജിക്കുണ്ട്. ഇതിനെ ത്വരിതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ശാസ്ത്രവും സാങ്കേതികതയും. അതുകൊണ്ടാണ് നമ്മൾ ഫ്രട്ടേണിറ്റിയുടെ ഒരു മാനിഫെസ്റ്റോ ഫോർ ടെക്നോളജി ഉണ്ടാവണം. MIT കുട്ടികൾ പറഞ്ഞ പോലെ ഇതല്ല ഞങ്ങളുടെ ശാസ്ത്രത്തിന്റെ സാങ്കേതിക മാനിഫെസ്റ്റോ. നേരത്തെ പറഞ്ഞ ആൻഡേഴ്സന്റെ ഒരു തരത്തിലുള്ള ഫാസിസ്റ്റ് മാനിഫെസ്റ്റോ ഫോർ ടെക്നോളജി ഉണ്ടായിരിക്കെ നിങ്ങൾക്കൊരു ഫ്രട്ടേണൽ മാനിഫെസ്റ്റോ ഫോർ ടെക്നോളജി ഉണ്ടാവണം. അതായിരിക്കണം നാളത്തെ സാങ്കേതിക വിദ്യയെ നിർണ്ണയിക്കുന്നത്. ആ മാനിഫെസ്റ്റോ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കണം, ടെക്നോളജിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇടം സാങ്കേതിക വിദ്യയുടെ ലോകത്തുണ്ട്. അത് ഒരു വലിയ ഒരു എന്താ പറയുക, രാഷ്ട്രീയ പ്രവർത്തനം തന്നെയായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. അത് ചെയ്യാൻ നിങ്ങൾക്കാവട്ടെ. ഒരു ബട്ട്ലേറിയൻ ജിഹാദിനെ ആഹ്വാനം ചെയ്ത് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് തന്നെ.